ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. മാമ്പഴത്തിൻ്റെ കാലമല്ലേ ഇത്. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 2 പഴുത്ത മാങ്ങ ചെത്തിപ്പൂളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3-4 മാങ്ങ വെച്ചിരുന്നതാണ്. പക്ഷെങ്കിൽ അതിൽ 2 മാങ്ങ ചീത്തയായിപ്പോയി. ബാക്കി മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ഉണ്ടാക്കുവാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുവാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടിയവരെ ഒരു പച്ചമുളക് കൂടെങ്കിലും ഇട്ട് കൊടുക്കണം. ഒരു തണ്ട് ഗാർഡൻ ഫ്രഷ് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും വേകുവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. പാത്രം ഒന്ന് അടച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. മാങ്ങ വേകുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഒന്ന് കീറി എടുത്തിട്ടുണ്ട് അരയ്ക്കാനുള്ള എളുപ്പത്തിന്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും ഉള്ളിയും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തു. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞു കിട്ടണം. നമ്മുടെ കറി വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേകാനുണ്ട്. അതുപോലെ കുറച്ച് പറ്റാനുമുണ്ട്. കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. മാങ്ങ വെന്തോന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. മാങ്ങ ഇവിടെ വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് പറ്റിയിട്ടുമുണ്ട്. ഇനി ഈ സമയത്ത് തീ കുറച്ചിടണം. കുറച്ചിട്ടുകൊണ്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ അല്പം ഉപ്പ് കൂടെ വേണമായിരുന്നു, ഞാനത് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറി തിളയ്ക്കാൻ പാടില്ല, നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയേച്ചാൽ മതി. കറി ചൂടായോ എന്ന് നോക്കുന്നത് തവി ഇങ്ങനൊന്ന് പൊക്കി നോക്കുമ്പോൾ അതേ കൂടി ഇങ്ങനെ ആവി പറക്കും. അതാണ് അതിൻ്റെ പരുവം. ഇവിടെ ഇപ്പോൾ കറി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഞാനിവിടെ ഒന്ന് ഉടച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർക്കുമ്പോഴേ തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കാം. കടുക് വറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 2 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് അതുകൂടെ മുറിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കരിയാപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.